بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തഖ്വയോടുകൂടി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ വിജയപരാജയങ്ങൾ എല്ലാ നാട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ട് 1453 വർഷമായി. എന്നത് ഹിജറ 1440 ഹിജറയുടെ 13 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 1450 വർഷത്തിനിടയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾ ആദ്യകാലത്ത് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തി. പിന്നീട് അവരിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾ, അവരിൽ നിന്ന് പഠിച്ച ആളുകൾ, അങ്ങനെ ലോകം മുഴുവനും ഇസ്ലാം പ്രചരിച്ചു. ഇന്ന് മനുഷ്യവാസമുള്ള എല്ലാ വൻകരകളിലും ഇസ്ലാം ഉണ്ട്. ഇസ്ലാം വളരെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ നല്ല നിലയിൽ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷെ നാം കാണുന്ന ഒരു സങ്കടകരമായ അനുഭവം, വളരെ ഉയരത്തിലെത്തിയ സ്ഥലങ്ങളിൽ ഇസ്ലാമിന് ഏറെ അംഗീകാരവും അന്തസ്സും അഭിമാനത്തോടുകൂടി പറയാവുന്ന നിലവാരവും ഉള്ള സ്ഥലങ്ങളിൽ അത് തകർന്നു പോയിട്ടുമുണ്ട്. അല്ലാമ ഇബ്നു ഖൽദൂനെ പോലുള്ള സോഷ്യോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഒരു മഹാനാണ് ഇബ്നു ഖൽദൂൻ, സാമൂഹിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹം രാജ്യങ്ങളുടെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് വളരുന്നത്, ഉയരുന്നത്, എങ്ങനെയാണ് തകരുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മുസ്ലിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ് സ്പെയിൻ അന്തുലുസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഉന്തുലുസ് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണത്. നിങ്ങൾ സ്പെയിൻ നോക്കിയാൽ അറിയാം, ഇസ്ലാമിക് സ്പെയിൻ എന്ന ഒരു കാലഘട്ടമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്താബ്ദം 771 മുതൽക്ക് 1492 വരെയുള്ള കാലം, എന്നാൽ 8-ാം നൂറ്റാണ്ടിൻ്റെ അത് മുതൽക്കുള്ള കാലമാണ്, 15-ാം നൂറ്റാണ്ട് വരെ. ഈ കാലം സ്പെയിനിൽ ഇസ്ലാമിക ഭരണമായിരുന്നു, മുസ്ലിം ഭരണമായിരുന്നു. താരിഖ് ഇബ്നു സിയാദിൻ്റെ നേതൃത്വത്തിൽ അമവിയ ഭരണകാലത്ത് ഒരു ചെറിയ പ്രദേശം ഇസ്ലാമിൻ്റെ കീഴിൽ വന്നത് വികസിച്ച് പിന്നീട് അബ്ബാസിയ ഭരണകാലത്തും
പിന്നീടുള്ള കാലങ്ങളിലും അത് ഒരു വലിയ സംസ്കാരമായി മാറി. സ്പെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? സ്പെയിനിൽ സംസ്കാരവും സാഹിത്യവും വ്യവസായവും വാണിജ്യവും എല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ ഇസ്ലാമിക് സ്പെയിൻ എന്ന് പറയുന്ന ലോകം അങ്ങോട്ട് തിരിഞ്ഞു. യൂറോപ്പിലൊന്നുമില്ല അന്ന്. യൂറോപ്പിൽ വിജ്ഞാനമോ ശാസ്ത്ര പഠനമോ ഒന്നുമില്ലാത്ത കാലമാണ്. അന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ പഠനം നടത്തിയിരുന്നത് സ്പെയിനിലാണ്. കൊർദോവ പോലുള്ള വലിയ വലിയ സർവകലാശാലകളിൽ. അങ്ങനെ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അതുപോലെ ഗവേഷണങ്ങളുടെയും ഒക്കെ ഒരു നല്ല നാട്. സാമ്പത്തികമായും വലിയ ഒരു ഇക്കണോമിക് സെൻറ്റർ ആയിരുന്നു എന്നാണത് ഈ സ്പെയിൻ എന്ന് പറയുന്നത്. അത്രമാത്രം ഉയർന്നു നിൽക്കുകയായിരുന്നു. പിന്നെ 7 നൂറ്റാണ്ട് അവിടെ ഭരണം നടത്തി ഉയരത്തിൽ നിന്ന് ആ സമൂഹം തകർന്നു പോയി വെച്ചാൽ ഇസ്ലാം അവിടെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. വളരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലായി, ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. ഒരു ചെറിയ സംഗതിയാണോ ഇത്? 700 വർഷം ഭരണം നടത്തിയ ഒരു സമൂഹം ഒന്നുമല്ലാതെയായി എന്നത് പഠനം നടത്തേണ്ട ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പഠന ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. മുസ്ലിം സ്പെയിൻ, ഇസ്ലാമിക് സ്പെയിൻ തകർന്നു പോയത് എന്തുകൊണ്ട്? ആ കാരണങ്ങളെല്ലാം കൂടി എടുത്ത് നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട 4 കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇന്ത്യയിലും നമ്മുടെ നാട്ടിലുമൊക്കെ അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കരുതാൻ വേണ്ടിയാണ്. അതിൽ ഒന്നാമത് പറയുന്നത് അത്തനാസു ബൈനൽ മുലൂക്കി വത്തായിഫ്. രാജാക്കന്മാരും അവിടെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിവിധ വിഭാഗങ്ങളും തമ്മിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവരെ കലഹപ്രിയരാക്കുകയും കലഹിച്ച് അവരുടെ ആയുസ് തീരുകയും ചെയ്തു. അതിനിടയിൽ യുദ്ധങ്ങളുണ്ടായി, ആഭ്യന്തര യുദ്ധങ്ങൾ മുസ്ലിമീങ്ങൾ തമ്മിൽ. എന്തിനു വേണ്ടിയെന്നറിയോ? ഭരണത്തിന് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടിയുള്ള കലഹങ്ങളുമുണ്ടായി. അപ്പോൾ രാജാക്കന്മാരുടെയും വിവിധ സമൂഹങ്ങളുടെയും ഇടയിലുണ്ടായ തർക്കം ആ ഇസ്ലാമിക് സ്പെയിൻ്റെ പതനത്തിൻ്റെ ഒന്നാമത്തെ കാരണമായി പറയപ്പെടുന്നുണ്ട്. അതൊരു സ്പെയിനിൽ മാത്രമല്ല സംഭവിക്കുക, എവിടെയും സംഭവിക്കാവുന്നതാണത്. പല രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട കൽപ്പനകളിൽ നിന്ന് അവർ മാറി എന്നതാണ് അതിൻ്റെ കാരണം. ഖുർആനിൽ അള്ളാഹു മുസ്ലിം സമൂഹത്തോട് പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹുവിൻ്റെ കയർ എന്ന് പറയുന്നത് ഖുർആനാണ്, അള്ളാഹുവിൻ്റെ പാശം. അത് നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ ഓർക്കണം അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത്. ഇത് കുൻതും അഅദാൻ, നിങ്ങൾ ശത്രുക്കളായിരുന്ന സമയം. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ ഇണക്കിച്ചേർത്തു. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സഹോദരങ്ങളായിത്തീർന്നു. വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകക്കുണ്ടിൻ്റെ വക്കിലായിരുന്നു. ഫഅൻഖദകും മിൻഹ, അതിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അങ്ങനെ അല്ലാഹു തആല നിങ്ങൾക്ക് അവൻ്റെ ആയത്തുകളെ വിശദീകരിച്ചു തരുന്നു, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ. എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പാശമെന്ന ഖുർആൻ, ആ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കണം. ഖുർആൻ മുസ്ലിമീങ്ങൾക്കൊന്നേയുള്ളൂ. ആ ഖുർആൻ മുറുകെ പിടിച്ച് ഖുർആനിൻ്റെ അനുയായികൾ ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ ശത്രുക്കളായിരുന്നു, നരകക്കുണ്ടിൻ്റെ വക്കിലായിരുന്നു. അതിൽ നിന്നൊക്കെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി. എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? ഈ ഖുർആൻ തന്നിട്ട്. എന്നിട്ട് ഈ ഖുർആനിൻ്റെ പേരിൽ കലഹമായി, ഖുർആനിൻ്റെ പേരിൽ യുദ്ധമായി, ഖുർആൻ ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങളായി. അള്ളാഹു തആല ഇത് ആളുകളോട് കൽപ്പിച്ചത് സമൂഹം മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയുന്നുണ്ട്, ഇന്നല്ലദീന ഫറഖു ദീനഹും, ഏതൊരു കൂട്ടർ അവരുടെ ദീനിനെ ഛിന്ന ഭിന്നമാക്കിയോ, വകാനൂ ഷിയഅൻ, അവർ ഭിന്ന കക്ഷികളായി,
ലസ്ത മിന്നും ഫീ ഷൈ, നീ അവരിൽ ഒരാളുമല്ല എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ കൂട്ടു നിൽക്കേണ്ടതില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരുടെ കാര്യം അള്ളാഹിൻ്റെ അടുത്തേക്കാണ്. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, പിന്നെ അള്ളാഹു അവർ ചെയ്തതിനെക്കുറിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യവും ഭദ്രതയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആരാണ് മനുഷ്യൻ്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടുക? മനസ്സകന്നു പോകുന്നു പല കാരണങ്ങൾ കൊണ്ട്. ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. മനുഷ്യരുടെ മനസ്സിനെ യോജിപ്പിക്കുന്നത് വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തആലയാണ് ഇണക്കി ചേർക്കുന്നത്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമിഅ, ഭൂമിയിലുള്ളത് മുഴുവനും നീ ചെലവഴിച്ചാലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കാൻ താങ്കൾക്ക് കഴിയുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും, എന്നാൽ അല്ലാഹു ആണ് അവരെ തമ്മിൽ ഇണക്കിയത്. ഇന്നഹു അസീസുൻ ഹക്കീം, അല്ലാഹു തആല അവരെ പ്രതാപമുള്ളവനും ഏറെ യുക്തിമാനുമാകുന്നു എന്ന്. ഈ 3 ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, ഇസ്ലാമിക സമൂഹത്തിൽ കക്ഷിത്വങ്ങളില്ലാതിരിക്കാൻ, ഇസ്ലാമിക സമൂഹം ഐക്യത്തിൽ നിൽക്കാൻ, ഇസ്ലാമിക സമൂഹത്തിൽ ഛിന്ന ഭിന്നമായി പോവാതിരിക്കാനുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാവണമെന്നാണ്. അതങ്ങ് സ്പെയിനിൽ ഇല്ലാതെ പോയപ്പോൾ അവർ തകർന്നുപോയി എന്നൊരു ചരിത്രത്തിൽ നിൽക്കില്ല. നമ്മളിൽ ഇല്ലാതെ പോയാൽ നമ്മളും തകർന്നു പോകും എന്നതിൻ്റെ ഒരു തെളിവായിട്ട് വേണം നമ്മൾ അത് കാണാൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹത്തിൽ സഹാബത്തിനിടയിൽ പല കാരണങ്ങളായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ഇബാദത്തുകളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിർബന്ധമാണോ അല്ലേ എന്ന പല വിഷയത്തിലും തർക്കങ്ങളുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ പോലും അവർ ഒന്നിച്ചു നിന്നു എന്നത് ഈ ആയത്തുകളുടെ താല്പര്യം എന്ന നിലക്കാണ്. സ്പെയിൻ തകർന്നു പോയത് അവർക്കിടയിലുണ്ടായ ശൈഥില്യങ്ങളും തർക്കങ്ങളുമാണെന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ രണ്ടാമത്തെ കാരണമായി പറയുന്നത് അത് അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. രണ്ടാമത്തെ കാരണമായി പറയുന്നത് തഖാഉസുൽ ഉലമായി അനി ദൗരി ദഅവി വൽ ഇസ്ലാഹി വഷ്തഗലു വൻഷഗലു ബിൽ മസായിലി. അവരെന്തായിത്തീർന്നു എന്നറിയോ? ഉലമാക്കൾ, അന്നത്തെ ഉലമാക്കൾ ദഅവത്ത് രംഗവും ഇസ്ലാഹിൻ്റെ രംഗവും ഉപേക്ഷിച്ചുകൊണ്ട് മസ്അലകളിൽ വ്യാപൃതരായി എന്നാണ്. അത് രണ്ട് സംഗതിയാണ്. ദഅവത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നന്മയും ഇസ്ലാമിൻ്റെ ഗുണങ്ങളും ഇസ്ലാമിൻ്റെ ആദർശവും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാഹ്, അതാണ് ദഅവത്ത്. മസ്അലകളുണ്ടല്ലോ, അത് മുസ്ലിമീങ്ങൾക്കിടയിൽ പറഞ്ഞു കൊടുക്കേണ്ട സംഗതികളാണ്. ഏതാണ് അഫ്ളലായ രൂപം, ഏതാണ് സുന്നത്ത്, ഏതാണ് ഫർള്, അതിലെന്താണ് കൂടുതൽ, അത് മസായിലാണ്. ഉലമാക്കൾ എവിടെ എത്തിയെന്നറിയോ? ഇതിൽ കുടുങ്ങിപ്പോയി. മസായിലിൽ കുടുങ്ങിപ്പോവുകയും ദഅവത്ത് ഇസ്ലാഹി രംഗത്ത് അവരവരുടെ ദൗത്യം മറക്കുകയും ചെയ്തു. മാത്രമല്ല ഈ മസായിലുകളിലുള്ള ഇവരുടെ തർക്കങ്ങൾ കാരണം ദഅവത്ത് ആളുകൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു. സ്പെയിനിൽ ഉണ്ടായ സംഭവമാണ് ഈ പറയുന്നത്. ഇതും നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് ഈ പള്ളിയിൽ പറയേണ്ട കാര്യങ്ങളുണ്ട്. മുസ്ലിമീങ്ങൾ ജുമാക്ക് വന്ന ആളോട്, പള്ളിയിൽ വരാത്ത ആളുകളോട് പറയേണ്ട സംഗതികളുണ്ട്, ഇസ്ലാം തന്നെ സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകളോട് പോയി പറയേണ്ടതുണ്ട്. ഒക്കെ വ്യത്യസ്തങ്ങളാണ്. കാരണം എന്താണെന്നറിയാം, ഇതിന് മുൻഗണനാക്രമങ്ങളുണ്ട്. അന്ന് സ്പെയിനിൽ ഉലമാക്കളിൽ സംഭവിച്ചത് ഇസ്ലാമിൻ്റെ ദഅവ ഇസ്ലാഹി രംഗം അത് മറക്കുകയും അവർ മസ്അലകളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. എന്താ അതിൽ സംഭവിക്കുന്നതെന്നറിയോ? സംഭവിക്കുന്നത് കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി, പാർട്ടിയിലേക്ക് വിളിക്കാൻ തുടങ്ങി, സംഘടനയിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും ആളെ കൂട്ടാൻ തുടങ്ങി. സത്യത്തിൽ അതായിരുന്നില്ല. അല്ലാഹു തആല ഖുർആനിൽ എന്താ പറഞ്ഞത്? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹ് പറയാം, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ, നല്ല വാക്കുകൾ പറഞ്ഞാൽ, മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കാന്നാ. ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കാന്നല്ല, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആളുണ്ടാക്കുക എന്നല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നിങ്ങൾ സ്വീകരിക്കാന്നല്ല. എന്താ? മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാ വിളി. അള്ളാഹുവിലേക്ക് വിളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വിശദീകരണം പറഞ്ഞു കൊടുക്കുക. ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഖുർആൻ വാങ്ങിക്കൊണ്ടായി നിങ്ങൾ ഓതണമെന്ന് പറയണ്ട. നിങ്ങളുടെ ഓഫീസിലുള്ള നിങ്ങളുടെ ഖുർആൻ വെച്ച് നിങ്ങൾ ഓതി പഠിച്ചാൽ മതി, അതിനർത്ഥവും മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ആളുകൾ പിൽക്കാലത്ത് കക്ഷികളിലേക്കും
സംഘങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കും പാർട്ടികളിലേക്കും ആളെ ക്ഷണിക്കുന്ന രൂപമുണ്ടായി എന്നാണ്. അത് വന്നാൽ സത്യത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണം എന്നത് പോകും. ആളുകളുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകളുണ്ട്, നല്ല മനുഷ്യന്മാർ, ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, നല്ല അഖീദയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദും സുന്നത്തും ഒക്കെ പാലിച്ച് ജീവിക്കുന്ന നല്ല മുസ്ലിമീങ്ങളാണ് അവർ. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ, ചില സമൂഹങ്ങളിൽ ജാതികളുണ്ടല്ലോ, ഒരു ജാതി മറ്റേ ജാതിയിൽ നിന്ന് വിവാഹം ചെയ്യൂല, ഒരു ജാതിക്കാരെ ആരാധനാലയത്തിൽ വേറെ ജാതിക്കാർക്ക് പോകാൻ പാടില്ല, ഒരു ജാതിക്കാരുടെ ശ്മശാനത്തിൽ മറ്റു ജാതിക്കാർക്ക് മറമടക്കാൻ കഴിയില്ല. ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ, അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ, അവരൊക്കെ മുസ്ലിങ്ങളാണ്. അതിൽ ഗുരുതരമായ പിഴവ് പറ്റിയവരും പാളിച്ചകളുള്ളവരും ഒക്കെ മുസ്ലിം സമൂഹം തന്നെയാണ്. അത് മാറിയിട്ട് ആളുകളെ ജാതീയമായി വിളിക്കാൻ തുടങ്ങി, ആളുകൾ ജാതീയമായി അറിയപ്പെടാൻ തുടങ്ങി. ആളുകളുടെ പേരിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ജാതിയാണ് എന്ന് എഴുതുന്ന രൂപവും വന്നു. ഇത് നോക്കൂ, ഖുർആനിൽ എത്ര സ്ഥലത്താണെന്നറിയോ? വാന മിനൽ മുസ്ലിമീൻ, അല്ലെങ്കിൽ ഇഷദ്, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറയാൻ പറഞ്ഞു. ഉമിർത്തു അൻ അക്കൂന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറയാൻ. ഉമിർത്തു അൻ അക്കൂന മിനൽ മുസ്ലിമീൻ. അതുപോലെ ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹു തആല ഈ ഖൗമിന് ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അല്ലാഹ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് തന്നിരിക്കുന്നു. അല്ലാഹു തആല നിങ്ങളെ മുസ്ലിമീങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നു, നിങ്ങൾ മുസ്ലിമീങ്ങൾ എന്നറിയപ്പെടേണ്ടതുമാകുന്നു. അങ്ങനെ പറയാൻ ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു വരികയാണ്. അങ്ങനെ പറയുന്നത് പോരാ എന്ന് തോന്നുകയാണ്. അതിൻ്റെയൊക്കെ കാരണം ആളുകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന കക്ഷിത്വങ്ങളാണ് എന്ന് നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുസ്ലിമീങ്ങൾ എന്ന് വിളിച്ചു. അല്ലാഹു തആല നമ്മോട് നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയാൻ പറഞ്ഞു. അല്ലാഹു തആല ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആളായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ എന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഈ മുസ്ലിം സ്പെയിൻ തകർന്നു പോയ രണ്ട് കാരണങ്ങൾ, ഒന്ന് അവർക്കിടയിലുണ്ടായ ശൈഥില്യങ്ങളും കക്ഷിത്വങ്ങളും, മറ്റൊന്ന് അന്നത്തെ പണ്ഡിതന്മാർ ദഅവത്തിൻ്റെയും ഇസ്ലാഹിൻ്റെയും മാർഗത്തിൽ നിന്ന് മാറിയിട്ട് മസ്അലകളിൽ ഒതുങ്ങിത്തീർത്ത രൂപത്തിലുള്ള ജീവിതം നയിച്ചു എന്നതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. സ്പെയിനിൻ്റെ പതനത്തിന് കാരണമായി പറഞ്ഞ മൂന്നാമത്തെ കാരണം അത്തറഫു എന്നാണ്, ആഡംബരം. ആഡംബര ജീവിതം നയിക്കുന്ന ശീലമുണ്ടായിരുന്ന മുസ്ലിം സമൂഹം ഒരിക്കലും ആഡംബരപ്രിയരാവാൻ പാടില്ല എന്ന്. അല്ലാഹു തആല നൽകിയിട്ടുള്ള നിയമത്തുകളൊക്കെ അവർക്ക് അനുഭവിക്കാം ഹലാലായ നിലക്ക്. പക്ഷേ ഖുർആനിൽ എത്ര സ്ഥലത്താണ് വലാ തുസ്രിഫു, നിങ്ങൾ അമിതം പ്രവർത്തിക്കരുത്. അതുപോലെ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, തബ്ദീർ ചെയ്യുന്ന ആളുകൾ, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിൻ്റെ സഹോദരങ്ങളാണ്. ചെലവഴിക്കുന്ന സമയത്ത് ദുർവ്യയം ചെയ്യരുത്, പിശുക്ക് കാണിക്കരുത്, അതിന് മധ്യത്തിലുള്ള ഒരവസ്ഥയിലാണ് ആയിരിക്കണം എന്ന് നമ്മോട് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? ആ സമൂഹം സ്പെയിനിൽ അന്ന് എല്ലാ ഹൈറും അല്ലാഹു തആല നൽകിയ ആ സമൂഹം താഴെ മുതൽ മേലെ വരെ തറഫിലായി എന്നാണ്. തറഫ് എന്ന് പറഞ്ഞാൽ ഈ സുഖലോലുപത, ആഡംബര ജീവിതം, അതാണ് ഉണ്ടായിരുന്നത്. അതോടുകൂടി അല്ലാഹു തആല ഹറാമാക്കിയ പലതും അവരനുഭവിക്കാൻ തുടങ്ങി. മദ്യപാനമുണ്ടായി, ലഹരി ഉപയോഗങ്ങളുണ്ടായി, നൃത്തങ്ങളുണ്ടായി, സ്ത്രീ പുരുഷ സങ്കലനങ്ങളുണ്ടായി, അതുപോലെ പാടില്ലാത്ത പലതും അവർക്കിടയിൽ വന്നു. അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമാണെന്ന്. ഇസ്ലാമിന് ഓരോന്നിനും ഓരോ അദബും മര്യാദയും നിയമവും ഹറാമും ഹലാലും ഒക്കെയുണ്ട്. അത് ലംഘിച്ച് ഇന്നിപ്പോൾ അറബ് ലോകത്ത് വലിയൊരു പ്രശ്നമായി നിൽക്കുന്നതുമായി തന്നെയാണ് അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാ വിധത്തിലുമുള്ള തിന്മകൾ കടന്നു വരുന്ന ചില വഴികൾ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ വഴിയിൽ വെച്ച് അത് നിർത്താൻ കഴിയില്ല. അത് തുടങ്ങുന്നിടത്ത് വെച്ച് നിർത്തിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു കുതിച്ചു ചാട്ടം തന്നെയുണ്ടാകും. നാലാമത്തെ കാരണമായി പറഞ്ഞത് മുവാലാത്തുൽ അഅദാ, ശത്രുക്കളുമായി ഉണ്ടായ
ചില നാട്ടുരാജ്യങ്ങൾ അവർ ശത്രുക്കളുമായി സൗഹൃദമുണ്ടാക്കി എന്നിട്ട് ഇസ്ലാമിക സമൂഹത്തിലെ മറ്റുള്ളവർക്ക് എതിരിൽ പലതും പ്രവർത്തിച്ചു എന്നതാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രൂപം അത് വളരെ പ്രകടമാണ്. ഏതെങ്കിലും നിലക്ക് ഒരാൾക്കോ ഒരു വിഭാഗത്തിനോ മറ്റൊരാളോടോ വിഭാഗത്തോടോ വെറുപ്പുണ്ടെങ്കിൽ അയാളോട് വെറുപ്പുള്ള വേറെ ആളെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഒന്നിച്ച് പ്രവർത്തിക്കുക. ആര് തമ്മില ഒരു ആശയബന്ധവുമില്ല, ദീനിയായിട്ടൊരു താല്പര്യവുമില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുമില്ല അവർ. എന്നാലും ആ ശത്രുക്കളെ കൂട്ടുപിടിച്ചിട്ട് മിത്രമായിരിക്കേണ്ട ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതും സ്പെയിനിൽ സംഭവിച്ചതാണെന്ന്. അവസാനമാകുമ്പോഴേക്കും ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായപ്പോൾ ഇതിൽപ്പെട്ട ഓരോ കഷ്ണത്തെയും സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്, പുറമെയുള്ള ആളുകൾ. അവരെ സഹായം സ്വീകരിച്ചുകൊണ്ട് മൊത്തം ഇസ്ലാമിക സമൂഹത്തിന് നാശമുണ്ടാക്കി. അങ്ങനെ അവിടെ തകർന്നടഞ്ഞു പോയി എന്നാണ്. അപ്പോൾ ഈ 4 കാരണങ്ങൾ വ്യക്തി ജീവിതത്തിലായാലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലായാലും കടന്നു വരുന്നത് നമ്മൾ ഓരോരുത്തരും കരുതണം. സാധാരണ വ്യക്തികൾ കരുതണം, സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ കരുതണം, അതുപോലെ പണ്ഡിതന്മാർ കരുതണം. ഏതൊക്കെയാണ്? ആഭ്യന്തരമായ ശൈഥില്യങ്ങൾ, നമ്മുടെ ബാധ്യത മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കുള്ള പോക്ക്, അതുപോലെ തന്നെ സുഖലോലുപതയും ആഡംബരവും, പിന്നെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് കണക്കാക്കിയിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് സമൂഹത്തെ തകർക്കുന്ന കാര്യങ്ങൾ. ഇത് വരാതിരിക്കുവാൻ നമ്മളും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇവിടെ കലക്ഷൻ നടത്തും ദഅവാ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ. അതിലേക്ക് സംഭാവന ചെയ്യണം എന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനു റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ, പലരും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണമേ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും ഐക്യത്തോടെ ഭദ്രതയോടെ പരസ്പര സ്നേഹത്തോടെ മുന്നോട്ടു പോകുവാനുള്ള കഴിവും ശക്തിയും ക്ഷമയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ഇസ്ലാമിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.